നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ അർജൻറ്റീനയാണ് ഒന്നാം സ്ഥാനത്ത്. പക്ഷേ അവസാന മത്സരം അവർ തോറ്റുപോയി. ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു എന്നത് മാത്രമല്ല, ആ മത്സരത്തിൽ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അർജൻറ്റീൻ താരങ്ങൾക്ക് കുതിർക്കാൻ പറ്റിയില്ല. പലരും അർജൻറ്റീൻ ടീമിനെ വിമർശിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ലിയോ മെസ്സി ഇല്ലാത്ത അർജൻറ്റീനയും മെസ്സിയുള്ള അർജൻറ്റീനയും രണ്ടും രണ്ട് തന്നെയാണ്. അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെയാണ്. മെസ്സി ഉണ്ടാകുമ്പോൾ ടീം വേറെ ലെവലാവും. മെസ്സി ഇല്ലെങ്കിൽ ഒരല്പം ഡൗൺ ആവും. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയല്ല എന്നിപ്പോൾ ചില കളികളൊക്കെ ഉദാഹരണം പറയാമെന്നല്ലാതെ അതൊന്നൊരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ആയിട്ടില്ല. പിന്നെ ഈ കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈഡ് ആണ്. കുറച്ച് റൊട്ടേഷൻസ് ഒക്കെ നടത്തി ചില താരങ്ങൾക്കൊക്കെ അവസരം കൊടുക്കാൻ കോച്ച് തുനിയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഈ റിസൾട്ടിനെ ഒരു വലിയ മഹാസംഭവമായിട്ട് എടുക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അപ്പോഴും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ റെഡ് കാർഡ് കിട്ടി ഓട്ടോമാറ്റിക്, അത് ബലേഡിയുടെ അവോയ്ഡബിൾ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ അത് സംഭവിച്ചു. ഒടുവിൽ അദ്ദേഹം ഫൗൾ ചെയ്തു. ഓട്ടോമാറ്റിക് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി. അപ്പോൾ പിന്നെ കുറേ സമയം 10 പേരായിട്ട് ചുരുങ്ങിപ്പോയി. പിന്നെ എതിരാളികൾക്ക് രണ്ടാം പകുതിയിൽ 10 പേരാകേണ്ടി വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാലും കുറേ സമയം 10 പേരായിട്ട് ചുരുങ്ങി. ടാക്ടിക്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ റഫറിയുടെ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ആ പെനാൽറ്റിയിലൊക്കെ വിവാദമുണ്ട്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇടയിലാണ് ഈ റിസൾട്ട് എന്നുകൂടി നോക്കണം. സോ ഇത് നമ്മൾ ഒരല്പം വറി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ള കാര്യം റൈറ്റ് ബാക്ക് പൊസിഷനാണ്. അതിപ്പോൾ മൊളീനയാണെങ്കിലും മൊണ്ടിലാണെങ്കിലും അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു പ്രകടനമല്ല ഇപ്പോൾ നടത്തുന്നത്. അർജന്റീൻ മാധ്യമങ്ങൾ തന്നെ ഈ രൂപത്തിലാണ് നിരീക്ഷണം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ ആളെ കണ്ടെത്തേണ്ടതുണ്ടോ എന്നുള്ളതായിരിക്കും ഇനിയിപ്പോൾ സ്കലോനി ചിന്തിക്കാൻ പോകുന്ന കാര്യം. രണ്ടുപേരാണെങ്കിലും അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല. അവിടെ നിന്ന് കോൺട്രിബ്യൂഷൻസ് പ്രധാനമായിട്ടും വരുന്നില്ല. പിന്നെ ഓട്ടോമെൻറ്റിയുടെ കാര്യം, 38 വയസ്സായി. ക്രിസ്ത്യൻ റൊമേറോക്ക് പറ്റിയ ഒരു കൂട്ടാളിയാണോ? വേൾഡ് കപ്പിലെത്തുമ്പോൾ 38-കാരനായിട്ടുള്ള ഓട്ടോമെൻറ്റി ഓൾറെഡി അദ്ദേഹം സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബലേഡി പകരം എന്ന് പറഞ്ഞാൽ അതും ഇപ്പോൾ ഡൗട്ട്ഫുൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം. പിന്നെ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ലിസാൻഡ്രോ മാർട്ടിനസ് തിരികെ എത്തുക, ഗുഡ് ഫോമിലേക്ക് എത്തുക. ലിച്ച ആൻഡ് ക്യൂട്ടി റൊബേറോ എന്നാകുമ്പോൾ അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് പിന്നെ ഒരു ആശങ്കയുള്ളൊരു ഏരിയ. അദ്ദേഹം തിരികെ എത്തണം. അതോടൊപ്പം തന്നെ നിക്കോബാസിനൊക്കെ കുറച്ച് അവസരങ്ങൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഫോമിലൊക്കെ ക്ലബ് ഫുട്ബോളിലൊക്കെ കളിക്കുന്നൊരു സമയമാണ്. സോ ഈ 2 കളികളിൽ ഒന്നിലെങ്കിലും അദ്ദേഹത്തേക്ക് സ്റ്റാർട്ട് ചെയ്യിക്കാമായിരുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലറ ചില്ലറ ചില കൺഫ്യൂഷൻസ് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട് എന്നല്ലാതെ അർജന്റീനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ ടീമിനെ വേണ്ട വിധത്തിൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒരുക്കി ഇറക്കാൻ എന്തായാലും ലയണൽ സ്കലോനിക്ക് കഴിയും. അദ്ദേഹത്തെ പോലെ മാനേജ്മെന്റിലും ഇടുക്കുള്ള മറ്റേത് കോച്ചാണ് ഇപ്പോഴുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ സ്കലോനി ഈ ടീമിൻ്റെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടി കവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിലും ഇന്നും പ്രകടനം നടത്താൻ അർജന്റീനയ്ക്ക് കഴിയും. പിന്നെ മെസ്സിയുടെ കാര്യമാണ്, അദ്ദേഹം ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല. അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നില്ല. എന്നാലും പൊതുവെ വിശ്വസിക്കപ്പെടുന്ന അടുത്ത വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് മെസ്സി വിട വാങ്ങൂ എന്നാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കളി തോറ്റു എന്നുള്ളത് കൊണ്ട് അർജന്റീനയ്ക്ക് വലിയ ആഘാതമൊന്നുമില്ല, വലിയ രൂപത്തിൽ ആശങ്കകൾക്കും വകയില്ല. അവിടെ ഇവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അർജന്റീനയാണ് 1ാം സ്ഥാനത്ത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതും രണ്ടാമതുള്ള ടീമിനേക്കാൾ 9 പോയിന്റ് മുന്നിലാണ്. 38 പോയിന്റ് അർജന്റീനയ്ക്കുണ്ട്. രണ്ടാമതുള്ള ഇക്വഡോറിന് 29 പോയിന്റേ ഉള്ളൂ. സോ സംഗതി അർജന്റീന റൈറ്റ് ട്രാക്കിൽ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.